മെയ് 26 ഇന്ന് ഞായറാഴ്ചയാകുന്നു. ഇന്ന് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ആ ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച്, അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇന്ന് ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമാകുന്നു. ഇന്ന് ഞായറാഴ്ച ചന്ദ്രൻ ധനുരാശിയിൽ സംക്രമിക്കുന്നതാകുന്നു. വ്യാഴവും സൂര്യനും ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ ഗുരു ആദിത്യ രാജയോഗം രൂപാന്തരപ്പെടുന്നതാകുന്നു. കൂടാതെ ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ തൃതീയ തിഥി കൂടിയാണ്. ഈ ദിവസം ഗുരു ആദിത്യ രാജയോഗത്തോടൊപ്പം സദ്യായോഗം, സർവാർത്ഥസിദ്ധി യോഗം, മൂലം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും രൂപാന്തരപ്പെടുന്നതാകുന്നു. തന്മൂലം ഈ അത്ഭുതകരമായ കാര്യങ്ങളാൽ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് ഈ ഐശ്വര്യയോഗങ്ങളുടെ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായ ദിവസമാണ് എന്ന് പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇന്നേ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം ആണ് ഇന്ന് തന്നെ പറയാം. കാരണം ഇന്ന് മെയ് 26 ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ഇടവം രാശിക്കാരെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വർദ്ധിക്കും. ഗുണകരമായ കാര്യങ്ങൾ ഇരട്ടിയായി തന്നെ വന്ന് ഭവിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. ഇന്നേ ദിവസം നിശ്ചയദാർഢ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൽ ആത്മവിശ്വാസം വളരെയധികം നിറയുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ധനപരമായും ആരോഗ്യപരമായും ഇന്നേ ദിവസം അല്പം അനുകൂലമായ ദിവസമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം പുതിയ കരാറുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഉയർച്ചയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമൊത്ത് പുറത്തേക്ക് പോകുവാൻ യാത്രകൾക്കുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്നേ ദിവസം ആഗ്രഹം നടക്കുന്നതിനായി ചെയ്യേണ്ട ചെറിയ ഒരു പരിഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്ന് ഈ യോഗങ്ങൾ വന്നു ചേർന്നിരിക്കുന്നതിനാൽ തന്നെ ഈ പരിഹാരം ചെയ്യുന്നത് ശുഭകരമാണ്. 2 ചെമ്പ് നാണയങ്ങൾ ഇന്നെടുക്കുക. ഇതിലൊന്ന് നിങ്ങളുടെ കയ്യിലെടുത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹത്തോടെ ഒഴുകുന്ന വെള്ളത്തിൽ എറിഞ്ഞു കളയുക. മറ്റൊന്ന് നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഇരട്ടിക്കും അഥവാ വർദ്ധിക്കും എന്ന് തന്നെ പറയാം. വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. മറ്റൊരു രാശി കന്നിരാശിയാകുന്നു. മെയ് 26 കന്നിരാശിക്കാർക്ക് ഒരു അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം കലാപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ജോലിയിൽ ഉയർച്ച നേടുന്നതുമായി ബന്ധപ്പെട്ടോ ചില സൂചനകൾ ലഭിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൈകളിലേക്ക് ധനം പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യത ഇന്നേ ദിവസമുണ്ട് എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ ദിവസം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവും ഒന്നിച്ച് ഇന്ന് സന്തോഷകരമായി തന്നെ പുറത്തു പോകുവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാന്റെ കൃപയും നിങ്ങൾക്കുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഇന്നേ ദിവസം ധനം കൈകളിലേക്ക് വന്നു ചേരുകയും ധനം പല വഴികളിലൂടെയും ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു.
പല വഴികളിലൂടെയും സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്ന കാര്യം ഓർക്കുക. ഏതെങ്കിലും വിധത്തിൽ ധനം ലഭിക്കാനുണ്ട് എങ്കിൽ ഇന്നേ ദിവസം അത്തരത്തിൽ ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുന്നത് തുടർന്നുള്ള ദിവസത്തിൽ ശുഭകരമായ ഫലം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും അറുതി വരുത്തുകയും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനും ഈ പരിഹാരം നിങ്ങൾക്ക് സഹായകരമായി തീരും. സഫല ഏകാദശി ദിനത്തിൽ ആൽമരത്തിന്റെ വേരിൽ പാൽ സമർപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നതാകുന്നു. പൂർണ്ണമായും വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. വൃശ്ചികം രാശിക്കാർക്കും മെയ് 26 എന്ന ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. കാരണം ശുഭകരമായ യോഗങ്ങളാൽ സന്തോഷകരവും ധനപരവുമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബജീവിതം ഏറ്റവും മികച്ചതായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇന്നേ ദിവസം പരിഹരിക്കുവാൻ സാധിക്കുകയും സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യാം. വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം ബന്ധം ശക്തമാകുന്നതായ സമയമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മംഗളകരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ നിമിഷങ്ങൾ അത് പല വഴികളിലൂടെയും വന്നു ചേരാം. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനും അനുകൂലമാണ് ഇന്നേ ദിവസം എന്ന കാര്യം ഓർക്കുക. കടം നൽകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതേപോലെ ഇന്ന് കൈവായ്പ ലഭിക്കുകയോ ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാം. കൈവായ്പ തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ജോലിയിലും ബിസിനസ്സിലും പുരോഗതിക്കായി നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാരമുണ്ട്. അതേക്കുറിച്ച് പരാമർശിക്കാം. അരി എടുക്കുക. അതോടൊപ്പം കുറച്ച് ചുവന്ന മുളക്, ചുവന്ന പൂക്കൾ എന്നിവ ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളത്തിൽ കലർത്തി സൂര്യദേവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ ഐശ്വര്യങ്ങൾ വന്നു ചേരും. ഇന്ന് സൂര്യദേവന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം കൂടിയാണ്, മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 26 എന്ന ഇന്നേ ദിവസം ഏറ്റവും ശുഭകരവും അത്ഭുതകരവുമായ ദിവസമാണ്. ശുഭയോഗങ്ങളുടെ അനുകൂലത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരും. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ സാധിക്കും. വിവാഹാലോചനകൾ വരുവാനും അത് അനുകൂലമാകുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം കൈവായ്പ ലഭിക്കുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്യാം. ഇന്നേ ദിവസം ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ്. ബിസിനസ് പരമായും അല്ലാതെയും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. കൈവായ്പ തിരികെ ലഭിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് അത് ഏറ്റവും ശുഭകരമായ കാര്യമായി മാറും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ധനം തിരികെ കൈകളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ശുഭകരമായ യാത്രകൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഒരു പരിഹാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. സൂര്യദേവന് വെള്ളം സമർപ്പിക്കുകയും ആദിത്യ സ്തോത്രം ഇന്നേ ദിവസം ജപിക്കുകയും ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ധനപരമായും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്നേ ദിവസം എടുത്തുചാട്ടം പാടുള്ളതല്ല. ഒരു വ്യക്തിയെയും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാതെ അവരുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെടാൻ നിൽക്കരുത് എന്ന കാര്യവും ഓർക്കുക.